ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ട്രെൻഡിങ് ആയ പാൽപ്പൊട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ നാളെ ഞാൻ വിചാരിക്കുന്നു ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടന്നാലോ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള നമ്മളെ പാക്കറ്റ് പുട്ടുപൊടി ഉണ്ടല്ലോ, അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് 2 പിടി തേങ്ങ. ഇപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ 2 പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് ആയിട്ട് ചിരകിയ 2 പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് 1 കപ്പ് പാലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മാവൊന്ന് ലൂസായി വരും കേട്ടോ. അതുപോലെ കിട്ടണം നമുക്ക്. എന്നിട്ടൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം നമ്മൾ പുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിലും നമ്മൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഒരു ലൂസ് പരുവത്തിൽ കലക്കിയതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് പുട്ടുണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് അപ്പോൾ ഉള്ളത്. ആ മാവ്, ആ പൊടി, പാലൊക്കെ നന്നായിട്ട് തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒന്നും കൂടി ലൂസാക്കി എടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ 1 കപ്പ് പാലും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. പാലിൽ മാത്രമാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ പുട്ടുപൊടിക്ക് വേണ്ടത്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. സ്റ്റീമറിൽ ഞാനൊരു വാഴൻ്റെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വാഴൻ്റെ കിട്ടിയില്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ, സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം അതിലോട്ട് മാവ് ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി. അപ്പം ഞാനിവിടെ വാഴൻ്റെ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം അതിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആ വാഴൻ്റെ ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പുട്ടിന്. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും ഇതൊന്ന് ആവി കയറ്റിയെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വാഴയിലേക്ക് ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഡബിൾ ലെയറുള്ള സ്റ്റീമറാണ്, അതുകൊണ്ട് 2 ലെയറിലും ഞാനിങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു 10-20 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിലെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് കത്തി വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട് കേട്ടോ വെന്തോ എന്നുള്ളത്. അപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചൂടോടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കൊരു സ്ക്വയർ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നോൺ വെജിൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ. ചിക്കൻ കറിയോ ബീഫ് കറിയോ അതുപോലെ തന്നെ മീൻ കറിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കറിയൊന്നുമില്ലെങ്കിൽ വെറുതെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ എന്നിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.